ഇന്ന് നമുക്കറിയാം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡിവോഴ്സ് എന്നുള്ളത് ഒരു പ്രശ്നമില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഡിവോഴ്സിന് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ മുന്നേ ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഒരു ലവ് മാരേജ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ പരസ്പരം മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവർ കയറുന്നത്. എന്നിട്ടും അവരും എന്ത് ചെയ്യാണ്, ഡിവോഴ്സിലേക്ക് പോവുകയാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിവോഴ്സിലേക്ക് പോകുന്നത് ലവ് മാരേജ് ചെയ്ത ആളുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ കല്യാണത്തിൻ്റെ മുന്നേ ആ ഒരു സ്നേഹിക്കുന്ന സമയത്തിൽ എങ്ങനെയെങ്കിലും ആ ഒരു പാർട്ണറെ ഇഷ്ടം പിടിച്ച് പറ്റണം എന്ന് വിചാരിച്ച് അവർ മാക്സിമം അവർ നല്ല അവരെ ക്യാരക്ടറാണ് അവിടെ കാണിക്കുന്നത്. അവരെ ക്ഷമയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് രണ്ടുപേരും പരസ്പരം കാണിക്കുക. ഇനി എന്തെങ്കിലും ഒരു ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് അതുകൊണ്ട് മാറിപ്പോവുകയാണ്. ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം കൂടുകയാണ്. ഈ ഒരു പെണ്ണിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ. അപ്പോൾ സാമ്പത്തികമായിട്ടും കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ ഓടൽ തുടങ്ങും. അപ്പോൾ പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യും, പിന്നെ പഴയതുപോലെ കിട്ടാതൊക്കെ ആവും. അതും ഒരു പ്രയാസത്തിന്, ആ ഒരു സ്നേഹം കുറഞ്ഞു എന്നുള്ള ഒരു ഫീലിങ്സ് അവർക്ക് പരസ്പരം തോന്നിത്തുടങ്ങും. അങ്ങനെ തോന്നുമ്പം പരാതികൾ പറയൽ തുടങ്ങും. ഈ പരാതി പിന്നെ ഇറിറ്റേഷനായിട്ട് തോന്നും അവർക്ക്. പിന്നെ ആ ഒരു ഇറിറ്റേഷൻ, ഈ ഒരു പരാതിൻ്റെ ആ ഇറിറ്റേഷനിൽ എന്തൊക്കെയോ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയും. അത് എന്ത് ചെയ്യും, അത് അവരെ മനസ്സിൽ കുത്തിവെച്ചിട്ടുണ്ടാവും. പിന്നീട് അതങ്ങനെ മനസ്സിൽ കിടന്ന് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത്. ഫ്രണ്ട്ഷിപ്പ് ഓവർ ആവുന്നതോട് കൂടിയിട്ടും എന്താവും, ഇത് തകരാൻ കാരണമാവും. കാരണം പാർട്ട്ണർക്ക് കൊടുക്കേണ്ട സ്നേഹവും ടൈമും എന്ത് ചെയ്യാണ്, അത് ഫ്രണ്ട്സിന് കൊടുക്കുകയാണ് എന്നുള്ളതാണ്. അതും ഒരു പ്രധാന കാരണമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ നമുക്കൊരാളുണ്ട്. അപ്പോൾ ആ ആൾക്കാണ് കൂടുതൽ നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത്. ആ ആളെ പെർമിഷനോട് കൂടിയിട്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് മാക്സിമം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വേണം, ശരി തന്നെയാണ്, ഫ്രണ്ട്സ് വേണം, ഫ്രണ്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒക്കെ വേണം. പക്ഷേ നമ്മളെ പാർട്ട്ണറെക്കാട്ടിലും കൂടുതലൊരു ഇമ്പോർട്ടൻസ് ഫ്രണ്ട്സിന് കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ദാമ്പത്യ ജീവിതം അത്രത്തോളം സക്സസ് ആവില്ല എന്നുള്ളതാണ്. അത്ര സുഖം ഉണ്ടാവില്ല. ആർക്കാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു ആണിനാണെങ്കിലും ശരി, പെണ്ണിനാണെങ്കിലും ശരി, ഫ്രണ്ട്ഷിപ്പ് കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ദാമ്പത്യ ജീവിതത്തിൽ വലിയ സുഖം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട് സർക്കിൾ കൂടി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ കൂടുതലും ഒരു രാത്രി 12 മണി, 1 മണി, 2 മണിക്കൊക്കെയാണ് ചില ആണുങ്ങൾ വീട്ടിലെത്തുന്നത്. ഇതും ഒരു പ്രശ്നത്തിന് കാരണമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഒരു സമയം, ഒരുമിച്ച് ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 മണിയിൽ അപ്പുറത്ത് പോകരുത് എന്ന് തന്നെയാണ്. അങ്ങനെ പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ഡിവോഴ്സിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ പിന്നീട് വരും എന്നുള്ളതാണ്. കാരണം ആദ്യം 1-2 ദിവസമൊക്കെ ഓക്കെ, അല്ലെങ്കിൽ വല്ലപ്പോഴും ഓക്കെ. ഡെയിലി വീട്ടിലേക്ക് വൈകി വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ നിങ്ങളെ പാർട്ട്ണർക്ക് കൊടുക്കേണ്ട സമയമാണ് അവിടെ ഫ്രണ്ട്സിന് കൊടുക്കുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓക്കെ പകലൊക്കെ ആവാലോ. ഈ രാത്രി 1 മണി, 2 മണിക്ക് എന്തിനാണ് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചിരിക്കേണ്ട ആവശ്യം? അത് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സമയം തന്നെയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും കൊടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഭാര്യയ്ക്കും അത് സഹിക്കില്ല. ഇതുപോലെ തന്നെ ഒരു പെണ്ണ് 12 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്ക് കയറി വരുമ്പോൾ വീട്ടിലുള്ള ഒരു ഭർത്താവിന് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? കാരണം നിങ്ങൾ അവരെ പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, വല്ലപ്പോഴും ഓക്കെ. പക്ഷേ ഡെയിലി ഇത് പതിവാക്കി കഴിഞ്ഞാൽ ആർക്കെങ്കിലും അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? അപ്പോൾ ഇതിനോട് യോജിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ളൊരു സമയം ആണ് ആ ഒരു സമയം. 10 മണി തൊട്ടിട്ട് അവർ അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ പോകേണ്ടതാണ്. അപ്പോൾ അതിനോടാണ് ഞാൻ യോജിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനോട് യോജിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട്ഷിപ്പ് വേണം, പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു പരിധി വെക്കണം എന്നുള്ളതാണ് വിവാഹ ജീവിതത്തിൽ. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും നമുക്കറിയാം വേറെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലേ. ഈ ഒരു ഫ്രണ്ട്സും ഇവരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല, എല്ലാവരും ഒരേ കണ്ണുകൊണ്ടാവണം എന്നില്ല. നമ്മൾ പറയുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മളെ ഭാര്യനെ കുറിച്ചിട്ടുള്ള സീക്രട്ടുകളൊന്നും പറയാൻ പോകരുത്, നമ്മളെ ബെഡ്റൂം രഹസ്യങ്ങളൊന്നും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ പോകരുത്. അത് നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ തിരിച്ചടിയായിട്ട് വരും. കാരണം ആ ഫ്രണ്ട്സ് പിന്നെ ഈ ഭാര്യനെ ആ ഒരു കണ്ണുകൊണ്ടാവും ചിലപ്പം കാണുക. നിങ്ങൾ പറഞ്ഞിട്ടുള്ള അത് വെച്ചിട്ടാവും ചിലപ്പം ഇവരെ കാണാം. അപ്പോൾ ചിലതൊക്കെ അത് എന്ത് ചെയ്യും, ഒരു നെഗറ്റീവിലേക്ക് പോവും എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഒരു ലവ് മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വിവാഹത്തിലേക്ക് എത്താൻ നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ട്, എത്രത്തോളം പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് മാനസിക പ്രയാസങ്ങൾ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ആ ഒരു വിവാഹത്തിലേക്ക് എത്താൻ. കാരണം ഒരുപാട് ആളുകളെ കയ്യും കാലും പിടിച്ചിട്ട് വേണം നമുക്ക് അതിലേക്ക് എത്താൻ. എന്തായാലും ഒരു ലവ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് കണ്ട് ആരും സമ്മതിക്കൂല എന്നുള്ളതാണ്.
അപ്പോൾ ആ ഒരു വിവാഹം നടന്നു കിട്ടാൻ നമ്മൾ ഒരുപാട് പെടാപ്പാട് പെട്ടിട്ടാവും രണ്ടാളും ഒരുമിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് അങ്ങനെ ഒരുമിച്ച് കിട്ടിയ ഒരു ജീവിതം ചില ആളുകൾ കുറഞ്ഞ ദിവസങ്ങൾ, ചിലപ്പോൾ ഒരു വർഷം പോലും എടുക്കൂല, അതിൻ്റെ മുന്നേ തന്നെ തകർച്ചയിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം നിങ്ങൾ ഈ ഒരു ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ തമ്മിലൊന്ന് ഒരുമിച്ച് കിട്ടാൻ നിങ്ങൾ എന്തൊക്കെ കളികൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളത്. പടച്ചവനോടൊക്കെ എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്തിനും നിങ്ങൾ തയ്യാറായിട്ടുണ്ടാവും. ആ നിങ്ങളാണ് ഇപ്പോൾ നിങ്ങളൊരു ഡിവോഴ്സിലേക്ക് പോകുന്നത് എന്നുള്ളത്, നിങ്ങൾ തമ്മിൽ പിരിയാൻ നിങ്ങൾ കളിക്കുന്നത്, അതിനുവേണ്ടി ഒരുപാട് ആളുകളെ നിങ്ങൾ കാണുന്നത്, വക്കീലിനെ കാണുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഡിവോഴ്സ് ആവാൻ പോകുന്ന ആളുകൾ, അതല്ലെങ്കിൽ മാനസികമായിട്ട് അകന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങൾ സ്നേഹിച്ച ആ ഒരു കാലഘട്ടം അവരെ നേടിയെടുക്കാനും നിങ്ങൾ കാണിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്, ആ ഒരു മാനസിക പ്രയാസങ്ങൾ ഒന്നാവാനും. എന്നിട്ട് അള്ളാഹ് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ചൊരു ജീവിതം അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ബ്ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനെ നിങ്ങൾ തട്ടിക്കളയുമ്പോൾ പടച്ചവൻ്റെ അടുത്ത് നിന്നുള്ള ഒരു കോപം കൂടെ എത്രത്തോളം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതും കൂടെ ആലോചിച്ച് നോക്കുക. അറേഞ്ച്ഡ് മാരേജ് പിന്നെ ഡിവോഴ്സ് ആവുന്നതിനേക്കാളും അതിനെക്കാട്ടിലും എത്രയോ ഇരട്ടി പടച്ചവൻ്റെ അടുത്ത് നിന്ന് ഒരു കുറ്റമുള്ള കാര്യമാവും ഈ ഒരു ലവ് മാരേജ് എന്നുള്ളത്. കാരണം അത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് അവർ ആ ഒരു മാരേജിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സ്വരച്ചേർച്ചകൾ ഉണ്ടാവും, പക്ഷേ മാക്സിമം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് പാർട്ട്ണറുടെ അടുത്ത് പറയാൻ ശ്രമിക്കുക. എന്നിട്ട് ആ പറയുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മളെ പാർട്ട്ണർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല, നമ്മളെ ഹാപ്പിനെസ് ആണ് കണ്ടെത്തേണ്ടത്, നമ്മളെ സന്തോഷമാണ്. അപ്പം അതിന് ഒരുപാട് വിട്ടുവീഴ്ചകൾ കൊടുക്കേണ്ടി വരും. ആ ഒരു വിട്ടുവീഴ്ചയിലൂടെ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടും എന്നുണ്ടെങ്കിൽ അതല്ല ബെറ്റർ. അപ്പോൾ അങ്ങനെ ഇനി ആരെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതോ കേൾക്കുന്നതോ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളെ റിലേഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ആളുകളോ നിങ്ങൾ തന്നെ ആയിക്കോട്ടെ, ഇതുപോലെ മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ച് നിങ്ങൾ ഡിവോഴ്സ് ആവണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരുപാട് അങ്ങോട്ട് പോകുന്നും വേണ്ട. നിങ്ങൾ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ, മനസ്സിലേക്ക് വെറുപ്പുകൾ, ഒന്നിച്ച് പോകില്ല എന്നുള്ളൊരു ഫീലിങ്സ് തോന്നി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളൊരു കൗൺസിലിങ്ങിന് നിങ്ങൾ പോവുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. കൗൺസിലിംഗ് ഒരു തവണ പോയത് കൊണ്ടൊന്നും ശരിയാവില്ല കേട്ടോ. അതൊരു 2-3 പ്രാവശ്യം സീറ്റിങ്ങെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുക. അപ്പോൾ ഒരു ജീവിതം തകരുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ ഒന്നിച്ച് പോവുക എന്നുള്ളത്. അതിനുള്ളൊരു സൊല്യൂഷനും കൂടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൗൺസിലിംഗ് എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന വേറെ ആരുടെ അടുത്തെങ്കിലും പോവാം. എന്നിട്ട് നിങ്ങൾ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾ നേടിയെടുക്കുക. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ റിലേറ്റീവ്സിലും ഒക്കെ ഇങ്ങനെയുള്ള ആളുകളും മാനസികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളിത് ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്കറിയാം, നല്ലൊരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ചെറിയൊരു സമാധാനമെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പുണ്യം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഷെയർ കൊണ്ട് ഏതെങ്കിലും ഒരു ജീവിതം രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ആ ബെല്ലൈക്കണും കൂടെ അമർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ കമൻസുകൾ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആണ് ഈ ഒരു ചാനലിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളെ കമൻസുകൾ നിങ്ങൾക്ക് അറിയിക്കാം. പിന്നെ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്തിട്ട് കേട്ടോ. പല ആളുകളും കമൻസുകൾ പേഴ്സണലായിട്ടാണ് ഇടുന്നത്. അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് യൂസ്ഫുൾ ആവും. ഇതിൽ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ വന്ന് ചോദിക്കുമ്പോൾ എന്നുള്ളതാണ്. പേഴ്സണലായിട്ട് ചോദിക്കുന്ന ആളുകൾക്ക് ചോദിക്കാം, ഓക്കെ, കുഴപ്പമില്ല. അത് നമ്മൾ അറിയുന്ന ആളുകളാണ് കൂടുതൽ, നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് കൂടുതൽ ചോദിക്കുക. അല്ലാത്ത ആളുകൾക്ക് ഇതിലെന്ത് ചെയ്യുക, നിങ്ങളെ കമൻസുകൾ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.